വായിസേ, ബാക്കി ഉണ്ടായിരുന്നാ മതിയായിരുന്നു. ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ നക്കി കുടിക്കും. ആർക്കാണോ അത്? പുലിയിരുന്ന് നാടുന്ന കണ്ടില്ലേ? തനിക്കെന്താ അവിടെ കാര്യം? വീട്ടിൽ കയറി വരുന്ന അതിഥികളോട് ഇങ്ങനെ പെരുമാറുന്നത് ഒരു ആദിത്യ മര്യാദയൊക്കെ വേണ്ടേ സാർ? ഡിന്നറിന് നോർത്ത് ഇന്ത്യൻ ഡിഷോ സൗത്ത് ഇന്ത്യൻ ഡിഷോ? ചോദിച്ചേ കേട്ടില്ലേ? തനിക്ക് എന്താ ഇവിടെ കാര്യമൊന്നും? ഇവിടുത്തെ കാര്യത്തിന് വേണ്ടി ക്ഷണിച്ചു വരുത്തിയ എനിക്ക് ഇവിടല്ലേ കാര്യം? സാറിന്റെ പോലീസ് എന്നെ അന്വേഷിച്ച് ലോകം മുഴുവൻ തിരച്ചിലോടെ തിരച്ചില്ല. എന്നെ പോലീസ് തിരയാത്തൊരിടം അത് ആഭ്യന്തരമന്ത്രിയുടെ വീട് തന്നെ അല്ലേ? ഓ, എന്തൊരു ബുദ്ധി! കള്ളൻ ഒരു ഉമ്മ വെച്ചോണ്ടല്ലോ. പുറത്തുള്ള പോലീസിനെ വിളിക്കണോ? ധൈര്യമുണ്ടെങ്കിൽ വിളിക്കണോ തന്റെ പോലീസിനെ? ആ സമയം പത്രക്കാരെയും TV കാരെയും കൂടെ ഞാൻ വിളിക്കാം. ഹോട്ട് ന്യൂസിന് വേണ്ടി വായും പൊളിച്ചിരിക്കുന്ന അവരുടെ മുമ്പില് എനിക്കൊരു സദ്യ തന്നെ വിളമ്പാനുണ്ട്. സദ്യയോ? ഞാനിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ആ കൂടി ചോറ് ഉള്ളിത്തിയലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കൊടുക്കും. നോക്കണം സാർ, വെറും 2000 ചില്ലാനം രൂപയ്ക്ക് ഏത് മാർക്കറ്റിലും ഹൈഡ് ആൻഡ് ഷൂട്ടിന് പറ്റുന്ന ഇത്തരം കാൻഡിഡ് ഗൺ ക്യാമറകൾ സുലഭമാണ്. പോലീസിന് കഴിയാത്ത കാര്യത്തിന് നിങ്ങളുടെ ഹോം സെക്രട്ടറി വഴി എന്നെ ബുക്ക് ചെയ്ത് വരുത്തി കൊട്ടേഷൻ തന്ന് ആഭ്യന്തരമന്ത്രിയുടെ കഥകൾ തെളിവുകൾ സഹിതം ഞാൻ അവതരിപ്പിക്കും. തനിക്ക് എന്താ വേണ്ടത്? അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. ഡിന്നറിന് എന്താ വേണ്ടത്? എനിക്കറിയണം ജോർജ് കുട്ടി കൊലക്കേസിൽ എന്നെ പ്രതിയാക്കിയതിന്റെ പിന്നിലെ ഗൂഢതന്ത്രം എന്താണെന്ന്. കൊലയാളിയെ കണ്ടെത്തിയത് ഞാനല്ല, പോലീസാ. ആ പോലീസ് തന്നെ യഥാർത്ഥ പ്രതിയെ ഇവിടെ എന്റെ മുന്നിൽ എത്തിക്കണം. അതുവരെ ഞാനിവിടെ ഉണ്ടാകും. ഈ വീട്ടിലുണ്ട്. നിങ്ങളൊന്ന് വിരൽ ഞൊടിച്ചാൽ ഓടിയെത്തുന്ന ലോക്കൽ പോലീസിനെയും കൊട്ടേഷൻ ഗാങ്ങുകളെയും മാത്രമേ നിങ്ങൾക്കറിയൂ. ഞാൻ എന്ന വ്യക്തി തന്റെയൊക്കെ 3 ചക്രത്തിൽ കറങ്ങുന്ന ബുദ്ധിക്കും അപ്പുറത്താ. രഞ്ജിത്ത്, ഇവരെ ഞാൻ ഇവിടെ ഇങ്ങനെ തടങ്കലിലൊന്നും വെക്കില്ല. സ്വതന്ത്രരാണ്. പക്ഷെ ഇവന്മാരുടെ ഒരു കണ്ണ് അവരിലുണ്ടാകുമെന്ന് മാത്രം. സാറേ, ദേ വടക്കൻ സാറ്, അല്ല വടക്കൻ സാറ്. ഗോ ഇൻസൈഡ്. നടക്ക. സാർ, വെടിവെപ്പ് നടക്കൂ? ഉണ്ടെങ്കിൽ ഒരു പഴയ തൊക്കെ എനിക്കും താ. എനിക്ക് വെടിവെക്കാൻ കൊതിയാവുന്നു. സത്യം, ഞാൻ ഇതുവരെ വെടിവെച്ചിട്ടില്ല. എന്താണ് ഇവിടെ? പോലീസൊന്നും കാവലില്ലേ? പോലീസ് വേണ്ടെന്ന് ഓർഡർ ഇട്ടതും മന്ത്രി തന്നെയാ. സുധാകർ സാറിന് ഇപ്പൊ പോലീസും വേണ്ട, ഭരണവും വേണ്ട. 24 മണിക്കൂർ കുടുംബത്തിൽ തന്നെ. ഇങ്ങനെ പോയാൽ എന്റെ കാര്യം കട്ടപ്പോക. എടോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോണിലൂടെ ബന്ധപ്പെട്ട മതി തന്നോട് പറഞ്ഞല്ലേ. മന്ത്രിയുമായിട്ട് നേരിട്ട് കാണണമെന്ന് ഈ സാറ് വാശി പിടിച്ചതുകൊണ്ടാ. സാറെന്താ ഒഫീഷ്യൽ കാര്യങ്ങളിൽ നിന്ന് മാറി ഇങ്ങനെ വീട്ടിൽ തന്നെ? ഞാനൊരു ആയുർവേദ ട്രീറ്റ്മെന്റിലാണ്. കോഴ്സ് പൂർത്തിയാവാൻ ഒരാഴ്ച കൂടി വേണം. എന്താ വന്ന കാര്യം? ഒരു കാര്യമില്ല സാർ. സാറിന് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവന്നത് തന്നോടല്ല, ഇയാളോടാ. സാർ, ക്രിസ്റ്റിയുടെ കാര്യമാണ്. അയാൾ ഉടനെ തന്നെ കസ്റ്റഡിയിലാവും. അതിനുള്ള ബുദ്ധിപരമായ നീക്കങ്ങൾ SP വടക്ക് നടത്തുന്നുണ്ട്. രഹസ്യങ്ങൾ പതുക്കെ പറഞ്ഞില്ലെങ്കിൽ പരസ്യമാകും. അയ്യോ, എന്റെ തല തന്നെ പോയാലും ഒരു രഹസ്യവും പരസ്യമാക്കൂല സാർ. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? പാലമറ്റത്തെ ക്യാപ്റ്റൻ വർഗീസ് മാപ്പിളയുടെ മകൾ സ്റ്റെല്ലയുമായിട്ട് വടക്കന്റെ മനസ്സമ്മതം കഴിഞ്ഞു. ഇന്ന് രാവിലെ ആരെ അറിയിക്കാതെ. ഈ കല്യാണം ഒരു ചതിയാണ്. ക്രിസ്റ്റിയെ കൊടുക്കാനുള്ള കൊടും ചതി. കുറ്റവാളിയെ പിടികൂടാൻ എന്ത് താന്തോന്നിത്തരവും വടക്കം ചെയ്യും. കുഞ്ഞുമങ്ങളുടെ കല്യാണത്തിന് ക്രിസ്റ്റി വരും, അല്ലെങ്കിൽ വടക്കം വരുത്തും. അവൻ പോലീസ് പിടിയിലാവും. അതോടെ അവരുടെ കല്യാണം മുടങ്ങുകയും ചെയ്യും. SP വടക്കിനെ എനിക്ക് ട്രെയിനിങ് ക്യാമ്പ് പോലും അറിയാം സാർ. പകയുടെ കാര്യത്തിൽ ഒറ്റയാനാണ് അവൻ. സാറേ, ഈ വിവരം മൂന്നാമതൊരാൾ അറിയരുത്. എല്ലാം നാലാമതൊരാൾ കേട്ടില്ലേ? താനോ? പപ്പു, ഞാൻ പറയും സാർ. പറയടോ. മുകളിൽ ഇരിക്കുന്നവൻ എല്ലാം കേട്ടു. ഞാൻ ഉദ്ദേശിച്ചത് ഈശ്വരനാ. സാർ, കുടിക്കാൻ വെള്ളവും പോടോ. ആ, നിങ്ങൾ ചെല്ല്. സാർ, മറ്റേ കാര്യം പറയാം. നിക്ക്. എന്താടോ? സാർ, കുരുട്ടു ബുദ്ധിയുള്ള കമ്മീഷണറുടെ തല താലികെട്ട നേരത്ത് കാണുവാവോ? SP വടക്കൻ ഒറ്റയാനാണെങ്കിൽ മുകളിലിരിക്കുന്നവൻ കൊലകൊമ്പനാ. കൊലകൊമ്പൻ. സാർ, എന്താ താൻ പോയില്ലേ? ഇല്ല. ഈ നിൽക്കുന്ന കമ്മീഷണറുടെ അച്ഛൻ തമ്പി സാറ് സാറിനൊരു കാര്യം അവതരിപ്പിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് സാറിന്റെ കുടുംബമായിട്ട് അലയൻസിന് താല്പര്യമുണ്ട്.
ഈ കമ്മീഷണർ പയ്യനാണെങ്കിൽ മീനാക്ഷി എന്ന് പറഞ്ഞ ജീവനാ. ഇത് നടന്നു കഴിഞ്ഞാ നമ്മൾ കൊടുക്കാനുള്ള കാശ് അവരെ എഴുത്തള്ളും. ചില കാര്യങ്ങളിൽ സാർ ഒന്ന് കണ്ണടച്ച കോടികളെ ഇങ്ങോട്ട് ഒഴുകുന്നേ. എനിക്കൊന്ന് ആലോചിക്കണം. ഓ താൻ പോയിക്കോ. ശരി. ഹലോ, അപ്പച്ചി, ഇത് ഞാനാ, ക്രിസ്റ്റി. എന്തു വേണം? സ്റ്റെല്ലയുടെ മനസ്സമ്മതം കഴിഞ്ഞല്ലേ? മകളെ വിവാഹം കഴിപ്പിച്ചയക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന ഒരു അപ്പന്റെ കടമയാണ്. അപ്പച്ചി, ഇത് ചതിയാ. എന്നെ കൊടുക്കാനുള്ള വടക്കന്റെ ഏർപ്പാടാ. ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. നമ്മുടെ സ്റ്റെല്ലയുടെ ജീവിതം പോലീസിന് വേണ്ട. മൂത്ത മകനെ കർത്താവ് തിരിച്ചെടുത്തു എന്ന് വിശ്വസിക്കുന്ന എനിക്ക് ആ സ്ഥാനത്ത് ദൈവം തമ്പുരാൻ കൊണ്ടുതന്ന മരുമകനാണ് ഈ IPS കാരൻ. അപ്പച്ചി, എന്റെ മകളുടെ വിവാഹം തീരുമാനിച്ചത് ഞാനാണ്. വരം ജോസഫ് വടക്കൻ IPS. വിവാഹം ജനുവരി 11 കത്തീഡ്രൽ പള്ളിയിൽ വെച്ച്. നീ പോലീസിന്റെ പിടികിട്ട പുള്ളിയല്ലേ? ഒരു പോലീസ് ഓഫീസറുമായുള്ള നിന്റെ പെങ്ങളുടെ കല്യാണത്തിന് നീ ഒന്ന് പങ്കെടുക്ക്. ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള അതൊന്ന് കാണട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. സൈമൺ കൊലക്കേസിലെ പ്രതികളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത വിവരം നിങ്ങൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. കേസിനെക്കുറിച്ച് പല തെറ്റായ വാർത്തകളും പ്രചരിക്കുന്ന ഈ സാഹചര്യത്തിൽ യഥാർത്ഥ വിവരങ്ങൾ നിങ്ങളെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ് മീറ്റ്. ജോഷുവ എന്ന ആളുടെ നേതൃത്വത്തിലുള്ള 14 അംഗ കൊട്ടേഷൻ സംഘമാണ് ഈ കൊലയ്ക്ക് പിന്നിൽ. ഇതിൽ സൈമണെ കുത്തിയത് വെള്ളറ സ്വദേശിയായ മുള്ളാണി ബിജു എന്ന ആളാണ്. ആരാണ് കൊട്ടേഷൻ കൊടുത്തത്? ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ബിസിനസ് ഗ്രൂപ്പുകളാണോ ഇതിന് പിന്നിൽ? തെറ്റായ വസ്തുതയാണ് പോലീസ് പ്രചരിപ്പിക്കുന്നുവെന്ന് ആരോപണമുണ്ടല്ലോ. പ്ലീസ് ലിസൺ ടു മീ. പ്ലീസ് ലിസൺ. നടന്നത് എന്താണെന്ന് നിങ്ങളോട് വ്യക്തമായിട്ട് ഞാൻ പറയാം. ഇതൊരു സിനിമാ തിരക്കഥയേക്കാൾ അവിശ്വസനീയമാണല്ലോ. യഥാർത്ഥ കുറ്റവാളികളെ പോലീസ് സംരക്ഷിക്കുകയല്ലേ ചെയ്യുന്നത്? So you mean to hold that Simons is a freakish criminal? ഇതിനു പിന്നിൽ ബിസിനസ് വൈരാഗ്യമല്ലേ? Nothing to do with the Indian Cricket League. ഞാൻ പറഞ്ഞല്ലോ, these are the facts of this case. അങ്ങനെയാണെങ്കിൽ സൈമൺ കൊല്ലപ്പെടുമ്പോൾ കുപ്രസിദ്ധ ഗുണ്ടകളായ ജയപ്രതാപും പാറമട സുഭാഷും കൂടെ ഉണ്ടായിരുന്നു. അവരിപ്പോ ഒളിവിലാണ്. പോലീസിന്റെ വിശദീകരണം എന്താണ്? കൊല നടക്കുമ്പോൾ ഇവൾ രണ്ടാളും സൈമന്റെ കൂടെ ഇല്ല. സൈമൺ കൊല്ലപ്പെട്ടതറിഞ്ഞപ്പോൾ അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോയതാണ്. ജയപ്രതാപനും സുഭാഷിനും ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിച്ചു വരികയാണ്. ആൻഡ് വൺ മോർ തിങ്, മുള്ളാണി ബിജു കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി ഞങ്ങൾ അയാളുടെ വീട്ടിൽ നിന്ന് പ്രതിയുടെ സാന്നിധ്യത്തിൽ കണ്ടെടുത്തു 2 മണിക്കൂർ മുമ്പ്. സോ ഇറ്റ്സ് എ കൺക്ലൂസീവ് പ്രൂഫ്. ഇതൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ തന്നെയാണല്ലോ അല്ലേ സാർ? ആയുധം കണ്ടെത്തി എന്ന് കമ്മീഷണർ പറഞ്ഞത് കൺഫേം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതെ. പോലീസിന് കത്തി ഉണ്ടാക്കി കൊടുത്തത് ചേട്ടനാണോ? അതെ, കത്തി ഉണ്ടാക്കി കൊടുത്തത് ഞാനാ. ആർക്ക് വേണ്ടിയാ? ടൗൺ SI ജോൺ സാർ പറഞ്ഞിട്ട്. ടൗൺ SI ജോൺ സാമുവലും 2 പോലീസുകാരും നേരിട്ട് തന്റെ ആലയിലെത്തി കത്തി വാങ്ങിച്ചു എന്നാണ് ശ്രീ നാരായണൻ പറയുന്നത്. ഇതോടെ പ്രതിയുടെ വീട്ടിൽ നിന്നും കത്തി കണ്ടെടുത്തു എന്ന പോലീസിന്റെ വാദം പൊളിഞ്ഞിരിക്കുകയാണ്. ഏഷ്യാവിഷനു വേണ്ടി ക്യാമറാമാൻ ശങ്കറിനൊപ്പം പ്രസാദ്. നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് സംഭവിച്ച ഗുരുതരമായ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാനാണ്. വേണ്ടി വന്നാൽ നടപടിയെടുക്കാനും. പത്രങ്ങളും ചാനലുകളും ഒക്കെ എല്ലാവരും കണ്ടതാണല്ലോ. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി കൊല്ലനെ കൊണ്ട് പണിയിച്ച് കൃത്രിമ തെളിവുണ്ടാക്കുന്ന സമ്പ്രദായമൊക്കെ എന്നാ ഇനി നിങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നേ? എനിക്ക് വിശദീകരണം വേണം മിസ്റ്റർ ഈപ്പൻ. സർ, പത്രസമ്മേളനത്തിൽ ഐജിക്ക് പറ്റിയ ഒരു പാളിച്ചയാണത്. തോമസ്, യു വിൽ ഹാവ് ടു എക്സ്പ്ലെയിൻ. ഇങ്ങോട്ടെന്തെങ്കിലും മുട്ടാപ്പോകൾ പറയുന്നതിന് മുമ്പ് താൻ ഇതുകൂടി കേക്ക്. മന്ത്രിക്ക് പൈൽസ് ഉണ്ടോ എന്ന് ടോയ്ലറ്റിൽ ഒളിക്യാമറ വെച്ച് കണ്ടെത്തുന്ന ജേർണലിസമാണ് ഇന്നിവിടെ നടക്കുന്നത്. സത്യം പറഞ്ഞാലും കള്ളമാണെന്ന് തെളിയിക്കുന്നവരുടെ മുമ്പിലാ പോലീസിന്റെ വലിയൊരു ഫ്രോഡ് എക്സ്പോസ്ഡ് ആയിരിക്കുന്നത്. കുറ്റവാളികളെ മുഴുവൻ പിടിച്ചിട്ടും ആഭ്യന്തര വകുപ്പ് നാറിപ്പോയ അവസ്ഥ. ഹൂ ഈസ് റെസ്പോൺസിബിൾ? സർ, ഐ ആം റെസ്പോൺസിബിൾ ഫോർ വാട്ട് ഹസ് ഹാപ്പൻ. എനിക്ക് അങ്ങേപ്പോലെ മീഡിയ ഹാൻഡിൽ ചെയ്ത് വലിയ വശമില്ല. അവര് തുടരെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഐ തിങ്ക് ഐ ജസ്റ്റ് വെന്റ് ഔട്ട് ഓഫ് മൈ വിറ്റ്സ്. തോമസ്,
ഇതോടെ തനിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? കേരള പോലീസിലെ ഏറ്റവും സമർത്ഥനും സത്യസന്ധനുമായ ഓഫീസർ എന്ന റെപ്യൂട്ടേഷൻ. യുവർ ഹോൾ ക്രെഡിബിലിറ്റി ഈസ് ലോസ്റ്റ്. അങ്ങനെ സംഭവിച്ചതിൽ സാറിന് സന്തോഷം ഉണ്ടാവും. എന്താണോ താൻ ഈ പറയുന്നത്? സിമ്പിൾ ആൻഡ് ഓബ്വിയസ് ഫാക്ട് സർ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അച്ചടക്ക ലംഘനമാണെങ്കിൽ അങ്ങ് ക്ഷമിക്കണം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ശാപമായ താൻ പ്രമാണിത്വത്തിന്റെയും വൃത്തികെട്ട അധികാര കരുനീക്കങ്ങളുടെയും ഇരയാണ് IG തോമസ് സർ. നിരഞ്ജൻ, will you please shut up? No, I will not, sir, because I can't take this shit anymore. പത്രസമ്മേളനം മിസ്ഫയർ ചെയ്തെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം DG കൂടി ഏറ്റെടുക്കണം. Because it was his decision to hold the press conference. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന മേലുദ്യോഗസ്ഥരുണ്ടെങ്കിലേ ഞങ്ങളെ പോലെയുള്ളവർക്ക് ഭയമില്ലാതെ കൃത്യനിർവഹണം നടത്താൻ പറ്റൂ സർ. How dare you? I dare because I'm daring. Damn daring. കൊല്ലനെ കൊണ്ട് ആയുധം പണിയിച്ചതോ പ്രതിയുടെ വീട്ടിൽ അത് ഒളിപ്പിച്ചു വെച്ചതോ അവിടെ നിന്ന് അത് കണ്ടെടുത്തതോ ചീഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായ IG അറിഞ്ഞിട്ടില്ല. ഈ കേസ് ആദ്യം മുതൽ അന്വേഷിക്കുന്ന ഞാൻ അറിഞ്ഞിട്ടില്ല. പത്രസമ്മേളനം നടത്തുന്നതിന് 2 മണിക്കൂർ മുമ്പ് ആയുധം വീണ്ടെടുത്ത ടൈമിംഗിൽ ഇപ്പോഴുമുണ്ട് സാർ ഒരു ഗൂഢാലോചന. A conspiracy headed and executed by the city police commissioner to protect someone behind the scene. എന്റെ മേത്തോട്ട് പണിയാൻ വരുന്നത് സൂക്ഷിച്ചു മതി. തന്റെ പോലെ മോനും തൊപ്പി തെറിച്ച് വീട്ടിലിരിക്കും. അങ്ങനെ തൊപ്പി തെറിക്കുകയാണെങ്കിൽ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഇദ്ദേഹത്തെ വന്നൊന്ന് കാണും. വിശദമായിട്ട് കണ്ടിരിക്കും. കേസ് രജിസ്റ്റർ ചെയ്യാതെ വിട്ടയക്കണമെന്ന് സാറിനോട് ശുപാർശ ചെയ്ത മണൽ മാഫിയക്കാരൻ ഉദയഭാനോട് ചോദിച്ചാൽ അവൻ പറഞ്ഞുതരും എന്റെ പഞ്ചിന്റെ പവർ എന്താണെന്ന്. എനിക്കിട്ട് എന്തെങ്കിലും പണിയുന്നതിന് മുമ്പ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ ഒരു മുറി കൂടി പറഞ്ഞേക്കണം സർ. ഇല്ലെങ്കിൽ ആയുഷ്കാലം മുഴുവൻ കടന്നുപോകും. നിർത്തണോ? എന്ത് തോന്നിയാസോടോ താൻ എന്റെ ഉപയോഗിച്ച് വിളിച്ചു പറയുന്നേ? ക്ഷമിക്കണം സർ. അടിച്ചമർത്തപ്പെടുന്നവന്റെ കൂടെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനാണല്ലോ അങ്ങ്. അതുകൊണ്ട് അങ്ങേക്ക് എന്റെ രോഷം മനസ്സിലാകും. Because mine was an outburst of the oppressed, of the brutally suppressed. മേലാളന്റെ അധികാരം ഉപയോഗിച്ച് ആർക്കോ വേണ്ടി കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് കമ്മീഷണർ. So I have to speak out somewhere, sometime, and it's here and now. Sir, I apologize for his impropriety. ഹാ, സാരമില്ല തോമസേ. സത്യത്തിൽ ഇയാൾ തന്റെ അഭിമാനം രക്ഷിക്കുക ചെയ്തത്. തോമസ് എനിക്ക് എന്ന റിപ്പോർട്ടിൽ കേസിനെ കുറിച്ചുള്ള തന്റെ ചില സംശയങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ. ആ ഒളിവിൽ പോയ ജയപ്രതാപനെയും സുഭാഷിനെയും എത്രയും പെട്ടെന്ന് പിടിക്കണോടോ. സർ, അവരെ ഞങ്ങളുടെ പാർട്ടിയാണ് സംരക്ഷിക്കുന്നതെന്നല്ലേ പറയുന്നത്? അല്ലാന്ന് പ്രൂവ് ചെയ്യേണ്ടത് എന്റെ ബാധ്യതയാ. സർ, പിന്നെ മാർട്ടിൻ ദിനകർ, അയാളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഹീ ഈസ് ടു ബിഗ്, ടു ഡേഞ്ചറസ്. പക്ഷേ നിങ്ങൾ ഡീമോറലൈസ്ഡ് ആകണ്ട. നിരഞ്ജൻ, യു ഗോ ഹെഡ്. വരുന്നിടത്ത് വെച്ച് കാണാവിടൂ. യെസ് സർ. Hi, I'm Martin. Pleased to meet you. Good to see you here. எனக்கு ஹோம் மினிஸ்டரோட ஒரு அப்பாயின்மெண்ட் இருக்கு. அவருக்கு இது 2 நிமிஷம் முன்னாடி தான் தெரிஞ்சது. I guess it's a call from the top. Really? I'm impressed. நிரஞ்சன், என்னை பத்தி நிறைய விசாரிச்சு புரிஞ்சுக்கிட்டல. நீ புரிஞ்சுக்கிட்டதெல்லாம் தப்பு. தமிழ்நாட்டில் சில போலீஸ் ஆஃபீஸர்ஸ், ஐ மீன் ஸ்மார்டஸ்ட் இன் த ஃபோர்ஸ், இந்த மாதிரி என் பின்னாடி சுத்தி இருக்காங்க. ஆனா சம் பாயிண்ட் இன் டைம் அவங்க எல்லாரும் ஸ்ட்ரேஞ்ச் காணா போயிட்டாங்க. என்னை பத்தி தெரியாதவங்க எல்லாரும் தெரிஞ்ச உடனே பார்த்தாலே பயப்படுறாங்க. And I really don't know why. In fact, I'm great fun to be with. Trust me. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് ഗുഡ് ടു സീ യു ഹിയർ. യു നോ വൈ? തന്നെക്കുറിച്ചൊരു ചർച്ച മന്ത്രിയുടെ മുറിയിൽ നടന്ന് 15 മിനിറ്റ് തികയും മുമ്പ് മന്ത്രി പോലും അറിയാതെ താൻ ഇവിടെ എത്തണമെങ്കിൽ ഇറ്റ് ഷോസ് 2 things.
നമ്പർ 1, തനിക്ക് വിവരങ്ങൾ ചോർത്തി തരുന്ന ഒരാൾ ഇപ്പോ ഈ കെട്ടിടത്തിനുള്ളിലുണ്ട്. ആൻഡ് നമ്പർ 2, യു ആർ ഡിസ്റ്റർബ്ഡ്, badly affected by this investigation. മാർട്ടിൻ ദിനകർ എന്ന പേരിന് പിന്നാലെ ഞാൻ ചുമ്മാ ഒന്ന് ചലിച്ചു തുടങ്ങിയപ്പോഴേക്കും നീ ഓടിപ്പാഞ്ഞ് ഇവിടെ വന്നതോടെ സൈമൺ കൊലക്കേസിന്റെ സൂത്രധാരന്റെ മുഖത്തിന് കുറച്ചുകൂടി വ്യക്തത വന്നിട്ടുണ്ട്. தப்பு பண்ணிட்ட மார்ட்டின். அவசரப்பட்டு இங்க வந்து உன்னைய காட்டி கொடுத்துட்டேன். പിന്നെ നിന്നെ അറിയുന്തോറും അടിവസ്ത്രം നനഞ്ഞു പോകുന്ന ആംബിയറില്ലാത്തമാരുടെ ഗണത്തിൽ എന്നെ പെടുത്തണ്ട. ഐ എം ഗെയിം ഫോർ എനി ഗെയിം. ആൻഡ് ഐ ആം ഡയറിങ്, ബ്ലഡി ഡാം ഡയറിങ്.